അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, ഉഹദ് യുദ്ധവേളയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പരിക്കേൽക്കുകയും അദ്ദേഹത്തിൻ്റെ മുൻപല്ല് പൊട്ടുകയും ചെയ്ത സംഭവം വിവരിക്കപ്പെട്ടിട്ടുണ്ട്. ഈ സന്ദർഭത്തിൽ നബിയെ പരിക്കേൽപ്പിച്ച ജനങ്ങൾക്കെതിരിൽ നബി ഒരു പ്രഖ്യാപനം നടത്തുകയുണ്ടായി. തങ്ങളുടെ പ്രവാചകനെ പരിക്കേൽപ്പിക്കുകയും മുൻപല്ല് പൊട്ടിക്കുകയും ചെയ്തൊരു സമൂഹം എങ്ങനെയാണ് വിജയം വരിക്കുക എന്ന്. ഈ സന്ദർഭത്തിൽ അള്ളാഹു നബിയെ തിരുത്തുന്നുണ്ട്. നബിയോടായി പറഞ്ഞു, ലൈസ ലക മിനൽ അംരി ശൈഅ. നബിയെ, കാര്യങ്ങൾ തീരുമാനിക്കുന്നതിലും തീരുമാനമെടുക്കുന്നതിലും നിനക്ക് യാതൊരു അവകാശവും അധികാരവുമില്ല എന്നും. നബിക്ക് പരിക്കേൽപ്പിച്ച സമൂഹത്തിനെതിരിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥന നടത്തുകയും ചെയ്തിരുന്നു. അപ്പോഴാണ് നബിയെ തിരുത്തുകയുണ്ടായത്. കാരണം നബിക്ക് അറിയുമായിരുന്നില്ല ഈ സമൂഹത്തിൻ്റെ ഭാവി അവസ്ഥ എന്താകുമെന്നും. നബി ആർക്കൊക്കെ എതിരിലാണ് പ്രാർത്ഥിക്കുകയുണ്ടായത്, അവർ പിന്നീട് ഇസ്ലാം മതം സ്വീകരിക്കുകയും നബിയുടെ അനുയായികളായി മാറുകയും ചെയ്തു എന്നതാണ് ചരിത്രം. അപ്പം നബിയുടെ അവസ്ഥ പോലും ഇങ്ങനെയെങ്കിൽ ഭാവിയെ നിഗമിക്കുവാനോ വിലയിരുത്തുവാനോ ഗൈബിയായ കാര്യങ്ങൾ അറിയുവാനോ സാധിക്കുകയില്ലാത്ത സാഹചര്യങ്ങളിൽ ആണ് എങ്കിൽ വിഗ്രഹങ്ങൾക്കോ ബിംബങ്ങൾക്കോ കറാമത്തുകൾ വാദിക്കുകയും ഉണ്ടെന്ന് അവകാശപ്പെടുകയും ചെയ്യുന്ന ഔലിയാക്കളെന്ന് അവകാശപ്പെടുന്ന ആളുകൾക്കോ സിദ്ധന്മാർക്കോ ഒക്കെ എങ്ങനെയാണ് എന്തെങ്കിലും ഒരു കാര്യത്തിൽ നിഗമനം നടത്തുകയും തീരുമാനമെടുക്കാൻ കഴിയുകയും ചെയ്യുക? അത് സാധ്യമല്ല. അപ്പോൾ സ്നേഹമുള്ളവരെ, ഭാവി കാര്യങ്ങൾ പോലും നിഗമനം നടത്തുവാൻ സാധിക്കുകയില്ലാത്ത പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസ്ഥ ഇങ്ങനെയെങ്കിൽ മറ്റുള്ളവരുടെ അവസ്ഥ എത്രത്തോളം ആണ് എന്ന് നമുക്ക് വിലയിരുത്താൻ ഇത് നമ്മെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ സമർപ്പിക്കേണ്ടുന്ന പ്രാർത്ഥനകൾ, നമ്മൾ പ്രാർത്ഥിക്കേണ്ടുന്ന പ്രാർത്ഥനകൾ അള്ളാഹുവിൻ്റെ മുമ്പിലല്ലാതെ മറ്റൊരു ശക്തിയുടെ മുമ്പിലും സമർപ്പിക്കുവാൻ പാടുള്ളതല്ല എന്ന വ്യക്തമായൊരു ദർശനം കൂടിയാണ് നമുക്ക് ഈ സംഭവം വെളിച്ചമാക്കി തരുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ മുമ്പിൽ മാത്രം പ്രാർത്ഥനാ നിർവഹണം നിർവഹിച്ചുകൊണ്ട് വിജയം വരിക്കുന്ന സൗഭാഗ്യശാലികളിൽ നാം എവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.